മാമാ ഒരുവിധം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മണിയറ ഞാൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എന്തോ മാമാ എനിക്ക് കിട്ടാനുള്ളായിരുന്നേ. നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ മനുഷ്യ, നിങ്ങൾക്ക് കിട്ടാവുള്ളേ. എടാ ചെറുക്ക, ഈ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കല്ലേ, എനിക്ക് മരുമോനായിട്ട് കിട്ടാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ലേ ഞാൻ നിന്നത്. അവൻ നല്ലൊരു ജോലിയുള്ളടാ, സ്കൂളിലെ പ്യൂണല്ലേടാ അവൻ. ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത് 1 ലക്ഷം രൂപയും 5 സെന്റ് പെരേടാ ഞാൻ തരാം, എന്റെ മോളെ കല്യാണം കഴിയണം ഞാൻ പറഞ്ഞു കെട്ടിയത്. അല്ല ഇപ്പൊ കെട്ടിയാനിപ്പോ എന്താ കുഴപ്പം? ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെ കാരണവന്മാര് പറഞ്ഞു 3 ലക്ഷം രൂപയും 10 പവനും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർ അറിഞ്ഞ് 50 പവനും 10 ലക്ഷം രൂപയും ഒരു കാറും കൊടുത്തില്ലേ. എന്നിട്ട് തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. തങ്കം പോലത്തെ പെണ്ണ് ഞാൻ കണ്ട് അവന്റെ തലേ കയറി ഇരിക്കുക പെണ്ണ്, അറിയാവോ? ചുമ്മാ കള്ളം പറയല്ലേ മാമ. മണിയറ വെച്ച് കള്ളം പറഞ്ഞ എന്റെ കണ്ണ് താഴും. എന്നാ മാമനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് പോവും. ഈ കല്യാണ പന്തലിൽ നിന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം സാറേ. മാമ നിങ്ങൾ ഇങ്ങനെ ഭൂമിക്ക് ഏറടിച്ച് അടക്കാതെ കാര്യം വ്യക്തമായിട്ട് പറ. എടാ നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? എന്ത്? എടാ കുറെ അറിയാവുന്ന കേട്ടോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാലോ ആണുങ്ങളെ ഒരു വിലയില്ല. അതൊക്കെ എന്റെ രമണി, എന്റെ 12 മക്കളെ അവള് പ്രസവിച്ചു. ഇപ്പോഴും എന്റെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ അവള് ഓടി ഒളിക്കും. എത്ര മക്കളെന്ന് പറഞ്ഞ? 12. പിന്നെ അവരെങ്ങനെ ഓടാതിരിക്കും? എല്ലാം പറഞ്ഞായിരുന്നു. അല്ല ഞാൻ കാര്യം പറഞ്ഞതേ. ഒരുപാട് സംസാരിക്കണം. നീ എന്തിനാടാ ഈ എപ്പോഴും ഈ ചെറുക്കന്റെ പുറകെ കിടക്കണ? അവൻ ഒന്നാമത്തെ സ്കൂളിൽ മണിയടിക്കുന്ന ജോലിയാണ്. നീ അവനെ മണിയടിച്ച് ജീവിക്കാതെ അല്ല ജോലിക്കാ കുടിക്കാ പോടാ. ഹലോ, എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ഓഫർ വന്നയാ. പക്ഷെ എനിക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമില്ല. എനിക്ക് അമേരിക്കയിൽ പോകാനാണ് താല്പര്യം. ഞാൻ പൊക്കൂടെ ആരെങ്കിലും പിടിച്ചു വെച്ചേക്കണം. അങ്ങനെ ചുമ്മാതൊന്നും അമേരിക്കയിൽ പോകാൻ പറ്റത്തില്ല. IMF എന്ന് പറയുന്ന പരീക്ഷ എഴുതിയാൽ മാത്രമേ അമേരിക്കയിൽ പോകാൻ പറ്റൂ. അതെന്തൊരു സംസാരം. അപ്പൊ അവിടെ ഇവിടെ വന്ന് കിടക്കുന്ന സായിപ്പന്മാര് സുഗമോ ഹിന്ദി പരീക്ഷ എഴുതി വന്ന് കിടക്കണടാ. അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കലടാ നീ. മാമ നിങ്ങൾക്ക് അമേരിക്കയെ പറ്റി അറിയാത്തോണ്ടാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താ 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 മാമൻ ചീറ്റ് തുടങ്ങിയോ? മാമനോ വിവരമില്ല, അല്ല മാമനോ ബോധമില്ല. ആവശ്യമില്ലാത്ത കാര്യം എന്താ? എന്റെ ആദ്യരാത്രിയാണോ? ഞാൻ ഒരു ആശംസ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നാണ്. അപ്പോഴാണ് തെങ്ങേര് അളിയ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കുടുംബമാണ്, പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നത്. അതൊക്കെ എനിക്കറിയാം. അളിയ ഈ ഭാര്യ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. ഒരിക്കലും ആ പക്ഷിയെ കൂട്ടിലടച്ചിടരുത്. ഈ കൂട് തുറന്ന് ഈ പക്ഷി അങ്ങ് തുറന്നു വിടണം. അവരും ഈ ലോകം മൊത്തം ചുറ്റി കാണണം. ആണല്ലേ? അങ്ങനെ നിന്റെ പക്ഷിയെ നീ തുറന്നു വിട്ടായിരുന്നു? എന്റെ പക്ഷിയെ ഞാൻ തുറന്നു വിട്ടായിരുന്നു. പക്ഷെ തുറന്നു വിട്ട പറഞ്ഞില്ല അളിയ, അതൊരു ദേശാടന പക്ഷിയായിരുന്നു. ഇപ്പൊ ഏതോ വയലിന്റെ തീരത്തിരുന്ന് തെനയും തിന്നിരിക്കുന്നു. എന്റെ പക്ഷിയെ പൂട്ടുള്ള പൂട്ടൊക്കെ എന്റെ ഉണ്ട് മോനെ. വലിയ ആദ്യരാത്രി ആശംസകൾ. ഓൾ ദി ബെൽ. അപ്പൊ അല്ല ഓൾ ദി ബെസ്റ്റ്. ഇന്നലെ അടിച്ചു. മാമ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. പുതിയ ബെഡാണ്, സ്പ്രിങ്ങാണ്, കുതിച്ച് ചാടും. ചാടനെ കൊള്ളാം. ഓടും പൊളിച്ചങ്ങ് പുറത്ത് പോലടാ. മാമ അവള് വരാൻ സമയമായി. ഓണോ നമ്മള് ചാന്ദിനിയേ, ചാന്ദിനി. ഒരുപാട് ക്ഷീണിച്ചു കാണുമല്ലേ? രാവിലെ ഇട്ട് നടക്കുന്നു. മാമനെ ആര് വിളിച്ചു? മാമ കളറേറ്റ് ഇവിടെ ഇടണോ? ഇറങ്ങിപ്പോ മാമ. പറഞ്ഞു കാര്യങ്ങള് അതൊന്നും വേണ്ടായിരുന്നു. അല്ല ചെരുപ്പ് ശരിയാ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇരിക്കേട്ടാ, ചേട്ടൻ എന്താ നിക്കുന്നേ? ഇരിക്കേ. എങ്ങനെ ഇങ്ങോട്ട് ഇരിക്കേട്ടാ. അല്ല ഞാനല്ലേ അത് പറയണ്ടേ? ആര് പറഞ്ഞാലും എന്ത് ചേട്ടൻ ഇങ്ങോട്ട് ഇരിക്കേ. ചേട്ടൻ എന്തിങ്ങനെ വേർക്കുന്നേ? ഭയങ്കരമായിട്ട് വേർക്കുന്നു. എന്റെ ആദ്യത്തെ ആദ്യരാത്രിയാണ്. മൂന്നാമത്തെ ആയത്. അല്ല ഈ സാരിയെ രാവിലെ ഉച്ചക്കും വൈകുന്നേരമായിട്ട് മൂന്നാമത്തെയാ. ആണല്ലേ? പാല് കുടിച്ചില്ല. പാല് അയ്യോ എനിക്ക് വേണ്ട. പകുതി കുടിക്കണം. ഞാൻ പാല് കുടിക്കാറില്ല ഏട്ടാ. എന്റെ അമ്മിണിയപ്പിച്ച് എന്നെ അങ്ങനെയാ പഠിപ്പിച്ചേക്കണേ, പാല് കുടിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. അയ്യോ അതറിയില്ലേ? എന്റെ അപ്പിച്ചിയാണ്. ഞാനേ കുഞ്ഞുനാളെ അമ്മിണിയപ്പിച്ചിയുടെ കൂടെ നിന്നാ വളർന്നതും പഠിച്ചതും ഒക്കെ. എനിക്ക് വേണ്ടി അമ്മിണിയപ്പിച്ച് കല്യാണം പോലും കഴിച്ചിട്ടില്ല. കിട്ടിയില്ലേ? അയ്യോ അല്ല, ചെറുക്കന്റെ
മുഖത്ത് പോലും നോക്കൂല. അയ്യോ. അങ്ങനെ എന്നെ വളർത്തിയത്. എന്തായാലും അമ്മണിയമ്മച്ചോട് നന്ദിയുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിയെ തന്നെ എനിക്ക് കിട്ടിയല്ലോ. നന്ദിയുണ്ട്. ഈ അമ്മണിയപ്പച്ചി കാണാൻ പറ്റുമോ നമുക്കൊന്ന്? അമ്മിണിയപ്പിച്ച് നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നല്ലോ. നമ്മുടെ മാമ ആ ഒരു നീല സാരിയെ കൊടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ 4ാമത്തെ മാമനോട് ഇത് കഴിച്ച അത് തന്നെ. എന്തൊരു ദേവത കണക്കിരിക്കുക സ്ത്രീയെ കണ്ട. ചേട്ടൻ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ എന്റെ കാര്യമൊക്കെ ചേട്ടൻ ചോദിച്ചല്ലോ. ചേട്ടന് ലൈവ് വല്ലതും ഉണ്ടായിരുന്നു? ലൈൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ പെമ്പിള്ളേരൊക്കെ വേറെ ചെറുപ്പക്കാരുമായിട്ട് ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൂടത്തില്ല. പഠിക്കുന്ന കുട്ടികളുടെ ഫ്രണ്ട് ബെഞ്ചുണ്ടല്ലോ, ആ ഫ്രണ്ട് ബെഞ്ചിൽ 1ാം സ്ഥാനത്തായിരുന്നു ഞാൻ. ആ കത്തി അങ്ങ് മാറ്റിയൊരു പിന്നെ എന്താ കിടന്നല്ല. ആ ശരിയാ, നല്ല ക്ഷീണമുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേ പോസ് ചെയ്ത് നടുവൊക്കെ വേദനയാ. ചേട്ടൻ ഇന്നൊരു ദിവസത്തേക്ക് താഴ്ത്തി കിടക്കും. താഴെ കിടക്കാനോ? അല്ല നമ്മൾ ഒരുമിച്ച് കട്ടിലല്ലേ അല്ല കിടക്കുന്നത്? ചേട്ടാ, എനിക്ക് ഈ തലോണി കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് ശീലമായി പോയി രാത്രി. ഞാൻ ഇന്നലെ വരെ തലേണ കെട്ടിപ്പിടിച്ചാണ് കിടന്നു. ആണോ? എന്നാ ഇന്ന് ചേട്ടൻ ഇത് എടുത്തോ, കിടന്നോ കേട്ടോ. അപ്പൊ ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ വരുന്നേ. മാമ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. കൊച്ചു ആദ്യമായിട്ട് വന്നല്ലടാ, അപ്പൊ ആ വീടുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര പാടായി. അതല്ല, അവളൊരു ഇടംതിരിവ് കാണിക്കുന്നു. ഇടംതിരിവ്? ആ, നീ എന്തുവാടാ പറഞ്ഞു? ഞാൻ പാല് കൊടുത്തപ്പോ അത് ബാക്കി കുടിക്കുന്നില്ല. എന്നോട് പറഞ്ഞ് താഴെ കിടന്നോളാനൊക്കെ പറയുന്നു. അതെന്തിനാ അത്? എന്തൊരു സംസാരമാടാ അത്? ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞില്ലടാ, കൊച്ചു ഇവന്റെ തലമട്ടെ കയറി. ഞാൻ അപ്പടി അതാണ് സ്ത്രീധനം കൂടെ തന്നതിന്റെ കുഴപ്പമാണ്. അത് അളിയെ, നീ പറഞ്ഞു വരുന്നത് എന്താണ്? അവക്ക് നിന്നോട് ഒന്നുമില്ല. എന്നോടൊരു ബഹുമാനക്കുറവ്. ഇറവറൻസ്, ബഹുമാനക്കുറവ്. അതെ. ഈ നിൽക്കുന്ന കുന്നേൽ അവത കുട്ടിയുടെ കെട്ടിയൊക്കട തള്ള. നിങ്ങൾ ഇത് പറഞ്ഞു അങ്ങോട്ട് കയറി പോകുന്നു. ഞാൻ പറഞ്ഞാൽ കയറി പോയടാ. അല്ലേ, നീ ഇങ്ങ് വാ. ഇതിന്റെ പ്രധാന കാര്യം എന്തെന്നറിയാം? എടാ, നമ്മുടെ കാരണവന്മാരെ എത്ര രൂപ സ്ത്രീധനം പറഞ്ഞു? എനിക്ക് 3 ലക്ഷം രൂപ 10 പവനും തരാന്ന് പറഞ്ഞു. നിനക്ക് എത്ര തന്ന്? ഞാൻ 19 ലക്ഷം കുറെ രൂപ അവള് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ അത് തന്നേന്നറിയാവോ? എന്തിനാണ്? നിന്നെ അവളുടെ കാൽച്ചുവട്ടിലാക്കണം. എങ്ങനെ? കൂടുതൽ പൈസ അവളുടെ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇന്ന് നിന്നെ തറയെ കടത്തി, നാളെ നിന്നെ വീട്ടിന് വെളിയിൽ കളത്തും. അളിയാ, ഈ നിന്റെ പേരെന്താ? എന്റെ ഒരു കണ്ണൻ. ഇനി ആ പൈസ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നീ കണ്ണനല്ല, നീ അടിമക്കണ്ണനാണ്. അതിന്റെ അടുത്ത് ഞാൻ അപ്പഴേ ഞാൻ പറഞ്ഞില്ലടാ. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതാ, മറ്റേ സുമതിയുടെ മോളെ കെട്ടാന്ന്. ഓ, നമ്മുടെ തയ്യക്കടക്കാരി സുമതിയുടെ മോള്. എടാ, തയ്യക്കട പോണ സുമതിയുടെ മോള് ഇത്. ഞാൻ മറ്റേ സുമതിയുടെ കേസാണ് പറഞ്ഞത്. ഓ, അല്ല, അതൊന്നും പറ്റതല്ലേ? അതിനിപ്പോ എന്താ, അതിൽ കുറച്ച് ജോലി ചെയ്താ പോരെ? ഒരു കാര്യം പറഞ്ഞ, അവിടെ കാൽച്ചോട്ടിൽ കിടക്കുന്ന എന്നെ കിട്ടത്തില്ല. അളിയ, അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ മതി, ബാക്കി അങ്ങ് കൊടുത്തു വിടാൻ പറ. അപ്പൊ അതിന്റെ അഹങ്കാരം. അതിന്റെ അഹങ്കാരം പൈസടാ ഉങ്ക്. എന്നാ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. വിട്ടുകൊടുക്കല തലേ കയറണ്ടോ? കാര്യങ്ങൾ അറിയണമല്ലോ, കാര്യങ്ങൾ വ്യക്തമാവട്ടെ. വിട്ടുകളെ അങ്ങനെ ചെറുക്കനെ. ചാന്ദിനി, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ തലേ കയറും. നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നു. എന്താ ചേട്ടാ? അവൾ എന്നെ തൊഴിച്ചതാ. തൊഴിച്ചെങ്കിൽ ഇനി ഒന്നും നോക്കണ്ടേ, അവളെ വിളിച്ചിറക്ക്, ആ പൈസ തിരിച്ചു കൊടുത്തു വിടാൻ പറ. ചാന്ദിനി, ഓ, അറിയണമല്ലോ എന്റെ കൂട്ടുകാരൻ. ഏട്ടാ ഉറങ്ങാൻ സമ്മതിക്കൂലേ? ഓ, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? നിന്റെ അച്ഛൻ എത്ര രൂപ നിനക്ക് ശ്രീധരൻ തന്നെ? 10 ലക്ഷം രൂപ 50,000. എന്റെ കാരണവന്മാരെത്ര ചോദിച്ചേ? എന്റെ കാരണവന്മാരെത്ര ചോദിച്ചേ? അതൊക്കെ എന്തിനിപ്പോ ചോദിക്കുന്നത്? എനിക്കിപ്പോ അറിയണത്. 3 ലക്ഷം രൂപയും 10 പവനും അല്ലേ ചോദിച്ചേ? അതെന്തിനാ കൂടുതൽ തന്നത്? എന്തിനാ കൂടുതൽ തന്നത്? അത് എനിക്ക് തന്നതാ എന്റെ അച്ഛൻ. അത് നിന്റെ അച്ഛന്റെ അഹങ്കാരം. നിന്റെ അച്ഛന്റെ കൈ വെച്ചാ മതി. മാമ, നീ നിന്റെ അച്ഛനെ വിളിക്ക്. എന്തിനാ എന്റെ അച്ഛനെ വിളിക്കുന്നത്? നിന്റെ അച്ഛനെ വിളിക്കണം. നിന്റെ അച്ഛനെ വിളിച്ച് ബാക്കിയുള്ള സ്വർണ്ണവും പൈസയും ആ പറട്ടക്കളവന്റെ മുഖത്തെറിഞ്ഞു കൊടുക്കണം. എനിക്ക് പ്രാന്തെന്ന് ഇത് കണ്ട ആർക്കായാലും തോന്നിപ്പോകും കേട്ടോ. നിന്റെ അച്ഛനെ വിളിക്കണം. എന്തിനാ അച്ഛനെ വിളിക്കുന്നത്? എന്താ കാര്യം എന്താ? ബാക്കി സ്വർണ്ണവും പൈസ നിന്റെ തന്റെ തിരിച്ചു കൊടുക്കണം. ചേട്ടൻ ഇപ്പൊ എന്താ പ്രശ്നം? ഞാനിപ്പോ എന്ത് ചെയ്തു? അവള് തറുതല പറഞ്ഞേക്കുന്നു മാമ. തഴുത്തലല്ല തറുതല. മാറിയില്ല അങ്ങോട്ട്. എന്റെ കൊച്ചിനെ നീ ചവിട്ടിയല്ലടി. മാമ തുപ്പാണ്ടിരിക്കും. ഞാൻ കുടിച്ചതിന്റെ ബാക്കി പാല് കുടിച്ചാൽ നിനക്ക്. ഞാൻ കുഞ്ഞുനാള് മുതൽ പാല് കുടിക്കാറില്ല. അപ്പൊ പ്രസവിച്ചു കൊണ്ടപ്പോ നീ നമ്മുടെ മോരും വെള്ളമാണ് നീ. ആ മോരും വെള്ളം കുടിച്ച എന്തേ? വീണ്ടും തറുതല മാമ. നേരമായി. അച്ഛനെ വിളിക്കില്ല. ഞാനിപ്പോ എന്തിനാ എന്റെ അച്ഛനെ വിളിക്കുന്നേ? ഇനി ബാക്കിയുള്ള സ്വർണ്ണവും പൈസ നിന്റെ അച്ഛന്റെ കൊടുക്കണം. അല്ല, ആ കൊണ്ടുവന്ന എന്റെ അഹങ്കാരമാണല്ലോ നീ കാണിക്കുന്നത്. പപ്പാ, കുറച്ച് ചാറും കൂട്ടി ഇട്. എന്ത് കപ്പ കൊണ്ട് മാറുകളവാ പപ്പാ. സത്യം പറയാലോ, സത്യനും നസീറും കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. അല്ല അതല്ല, എന്റെ മോളെ ഞാൻ പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മുഖത്തടിച്ചൊരു കാര്യം ഞാൻ പറയാം. മുഖത്തടിക്കാതെ പറഞ്ഞാൽ മതി. അല്ല, ഇങ്ങോട്ട് നീങ്ങിയൊരു കാര്യം പറയട്ടെ. എന്നാന്നേ? എത്ര രൂപയാണ് എന്റെ കാരണവന്മാരെ ശ്രീധരൻ ചോദിച്ചത്? അത് 3 ലക്ഷം രൂപയും 10 പവനും. ആണോ? അപ്പൊ നിങ്ങൾ രഹസ്യമായിട്ട് മോഡലിൽ എന്താണ് കൊടുത്തു വിട്ടത്? ഞാൻ 10 ലക്ഷം രൂപയും തന്ന് 50 പവനും കൊടുത്തു. അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാണ്. എന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഒരുപാട് പൈസ ഉണ്ട്, പൂത്ത പണം എന്റെ ഉണ്ട്. അപ്പൊ എന്നെ വിലക്കെടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അല്ല, അങ്ങനെയല്ല, ഞാനത് എന്റെ മോക്ക് കൊടുത്തതാണ്. മോക്ക് കൊടുക്കാൻ
കേൾക്കണ്ട, അതിന്റെ അഹങ്കാരമൊക്കെ ഇവിടെ വന്ന് കാണിക്കുന്നുണ്ട്. അവൾ ഒരൊറ്റ മോളായിട്ട് വളർന്നതല്ല, അപ്പൊ അതിന്റെ ചെറിയ കുസൃതികളും കാര്യങ്ങളൊക്കെ അവക്ക് കാണും. ഇത് നടക്കത്തില്ല മാമ. നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി. ഞാൻ എന്ത് ചെയ്തു? സ്ത്രീധനം കൂടിപ്പോയി നമ്മൾ ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വളരെ മോശമായി. നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടിയാ? എന്റെ ചെറുക്ക ഒരു മണക്കനായോണ്ട്. മണക്കനാ? അല്ലല്ലേ, അത് ഞാൻ പറഞ്ഞു വന്നത്. മണക്കനായോണ്ടല്ലേ നിങ്ങൾ മനപ്പുറം ഈ പെണ്ണിനെ ഇവന്റെ തലേ കെട്ടി വെച്ചത്. അത് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ജ്വല്ലറി കയറി ചതിച്ചതാണ്. ഞാൻ മൊത്തം പൈസയും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ ഫുള്ള് സ്വർണ്ണം ഇങ്ങ് തന്നു. അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത്. ഇന്ന് തന്നെ ആ ജൂബിലേഴ്സ് തുറക്കാൻ പറയണം. ഞാൻ ബാക്കിയുള്ള സ്വർണ്ണവും പൈസ എടുത്തുതരാം. അത് അവിടെ തന്നെ ഇപ്പൊ തന്നെ കൊണ്ട് കൊടുക്കണം. What hell are you talking? എല്ലാരും ടോക്കി. ഇനി ആരും ടോക്കല്ല. രമണി ടോക്കി, ബാബു ടോക്കി, എല്ലാരും ടോക്കി. നാട്ടുകാർ ചോദിക്കുമ്പോൾ നമ്മളാട്ടെ ടോക്കം മുട്ടിയിരിക്കുകയാണ്. ഇത് എന്റെ കുഴപ്പമാണ്. കാരണം ഞാൻ ഈ കുടുംബത്തെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണമായിരുന്നു. എടാ, ഇത്രയും ലെഗസി ഇല്ലാത്ത ഒരുത്തരാണ് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞില്ല. പോയി ചാവടാ. ഞാൻ പറഞ്ഞു കേട്ടോ. അതെ, അത് കുഴപ്പമില്ല. നമുക്ക് അത് ആശുപത്രിയിലൊക്കെ പോയി റെഡിയാക്കാന്നുള്ളേ ഉള്ളു. എന്തോന്ന് മറ്റേ ഇവ പറഞ്ഞ സാധനം ഇല്ലേ, അതൊക്കെ അങ്ങ് മാറും. ലെഗസിയാ? ലെഗസി എന്ന് വെച്ചാൽ പാരമ്പര്യം. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പപ്പ, ഞാനൊരു കാര്യം പറയാം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അളവുണ്ട്. എന്തെങ്കിലും കൂടി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ഉദാഹരണത്തിന് ഉപ്പുമാവിനകത്ത് ഉപ്പ് കൂടിപ്പോയ പ്രശ്നമല്ലേ? പ്രശ്നമാണ്. മീൻകറിക്കകത്ത് ചാറ് കൂടിപ്പോയ പ്രശ്നമല്ലേ? അത് പ്രശ്നമാണ്. അതുപോലെ സാമ്പാറിനകത്ത് മുരിങ്ങാക്കോല് കൂടിപ്പോയ പ്രശ്നമല്ലേ? മുരിങ്ങാക്കൂല് കൂടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഞാൻ അനുഭവസ്ഥനാണ്. എനിക്കത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്തും അധികപ്പറ്റാവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതാണ് എഴുത്തി കെട്ടിയ മുളച്ചിരിക്കും. അതെ അതെ അതെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഈ കുടുംബത്തിൽ മുളച്ചു നിൽക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാരാണ്? ഈ വണ്ടി എങ്ങോട്ടാണ് കയറി പോകുന്നത് എന്റെ നെഞ്ചത്തടണമെന്ന് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം കേട്ടാ. ഇനി ഞാൻ ഇവിടെ നിൽക്കൂലേടാ മോനെ. ഞാൻ ഇവിടെ പോവില്ല. മാമ, ഞാൻ സംസാരിക്കലടാ, നിർത്തടാ. അല്ല മാമ, മിണ്ടലടാ, പൊത്തടാ, സംസാരിക്കടാ. നിനക്ക് വോയിസിലടാ, നിർത്തടാ. ഇത്ര ആൾക്കാർ അല്ല, ഞാൻ ചുമ്മാ സംസാരിക്കല്ലേ, നിർത്ത്. പൈസ തോന്നെ ഉള്ളവനെ മിണ്ടലും മിണ്ടരുത്. ഇനി ഒരു അച്ഛനാരും മിണ്ടരുത്. മിണ്ടലടി. പപ്പയ്ക്ക് സമാധാനമായോ? തലയ്ക്ക് മൂത്ത ആളാണ്. എന്നാ പിടിച്ചിട്ട് അങ്ങനെ കിടന്നു. അതല്ല, എന്റെ അച്ഛന്റെ സ്ഥാനമാണ് ഈ വീട്ടിൽ പുള്ളിക്ക്. ഞാൻ അതിന് അധികമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ സ്വർണ്ണം കൂടിപ്പോയി ഇത്ര വലിയ പ്രശ്നമായ. പിണങ്ങി പോയി കഴിഞ്ഞാൽ എടാ, ഞാൻ ഇറങ്ങിപ്പോയിട്ട് നീ നിക്കണമെന്നല്ല നീ ചോദിച്ചില്ലല്ലേ. മോശമായി. അല്ല മാമ, ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ മോളെ കൊണ്ട് പോണെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ നീ സ്വർണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞോണ്ടല്ല പ്രശ്നം ഉണ്ടാക്കിയത്. സ്വർണം കൂടിപ്പോയെന്ന് പറഞ്ഞോണ്ട്. ഒരുപാട് കൂടി പോയി. അപ്പൊ നീ ആത്മാർത്ഥതയും ആത്മാഭിമാനവും ഉള്ളവൻ. അതുകൊണ്ട് എന്റെ മോൾ എന്തായാലും ഇവിടെ നിക്കട്ടെ. നീ പോയാ കൂടുതൽ വന്ന സ്വർണവും പണവും എടുത്തോണ്ടോ, ഞാൻ അതും കൊണ്ട് അങ്ങോട്ട് പോക്കോളാം. അതാണല്ലോ ഇവിടെ പ്രശ്നം. പോയി എടുത്തോണ്ടോ. നിങ്ങൾ കാണിച്ച മോശമാണ് കേട്ടോ. പറഞ്ഞില്ല, സ്വർണ്ണക്കടക്കാരനെ വിളിച്ചിട്ട് പറ ഇന്ന് രാത്രി തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു പറ. പിന്നെ ഒരാൾക്കും അങ്ങനെ ഇനി സ്വർണം കൊടുക്കാൻ പാടില്ല. അല്ലെന്നേ, പറഞ്ഞിട്ട് അതൊക്കെ ഉള്ള കാര്യമാണ് അതൊക്കെ കേട്ടാ. പിന്നെ അല്ല, ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട് അളിയാ. യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇവിടെ പറയുന്നത് സത്യം പറയണം. ആ സ്വർണ്ണം പൈസ നീ എവിടെ എടുത്തു വെച്ചേക്കുന്നു? സത്യമായിട്ട് ഞാൻ എടുത്തില്ല. നീ അതിട്ട് ഇവിടെ ഷൈൻ ചെയ്യാനാണ് പരിപാടി. ഞാൻ എടുത്തിട്ടില്ല. എന്റെ കമ്പനിയെ പറ്റിയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. ആ പുള്ളിയോട് ഞാൻ പറഞ്ഞ വാക്ക് അതെടുത്ത് കൊടുത്താണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെയൊക്കെ വിളിച്ച് കേട്ടില്ലേ? അവനോട് പോയി ചോദിക്കാതെ. സത്യം പറ, നീ ഇവിടെ സ്വർണ്ണം പണം എടുത്തോ? സ്വർണ്ണം എടുക്കാനോ? സത്യമായിട്ട് എന്റെ അമ്മണിയെ പറ്റിയാണ് സത്യം. ഞാൻ എടുത്തിട്ടില്ല. അതാരാണ് അമ്മണിയെ പറ്റി? അവളുടെ അമ്മണിയെ പറ്റി. അത് അവളുടെ അമ്മണിയെ പറ്റിയല്ലേ? ഓഹോ, കല്യാണം കഴിഞ്ഞപ്പോ അവളുടെ എന്റെ എന്നൊക്കെ വേർതിരിവായല്ലേ. അവൾ അമ്മണിയെ പറ്റി പിടിച്ച് സത്യം ഇട്ടപ്പോ നീ വിശ്വസിച്ചല്ലേ. ഞാൻ പിന്നെ അമ്മണിയെ പറ്റി പിടിച്ച് സത്യം ഇടുമ്പോ നീ എന്താ വിശ്വസിക്കാത്ത? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ സ്വർണ്ണം പൈസ എടുത്ത് കൊടുക്കാറില്ല. യോ, ആ മുതുക്ക് കളവതാ സ്വർണ്ണ കടയിലൊക്കെ വിളിക്കുന്നത്. വാടാ അങ്ങോട്ട്. പട്ടി, നിനക്കൊക്കെ കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടാടാ. ഇവിടെ ആരെങ്കിലും ഫുള്ള് പൈസ ആയിട്ട് അവിടെ സ്വർണ്ണം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചോദിച്ചോറിനെ സ്വർണ്ണം എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എടാ, സ്വർണ്ണം കൊണ്ട് ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയാം. ഞാൻ സ്വർണ്ണമായിട്ട് അങ്ങോട്ട് വരും. ആ സ്വർണ്ണം വെച്ചിട്ട് എന്റെ കാശിങ് തന്നേക്കണം. കട തുറന്നിട്ടില്ലെങ്കിൽ കട ഞാൻ പൊളിച്ചിട്ടാലും അകത്ത് കയറും. കൂടുതൽ പറയണ്ട. നിന്നെ ഞാൻ ചെറുക്കല്യാണം ഫോൺ വെക്കണം. ഹേ, ഒരു കാര്യം ചെയ്യും. പപ്പ ഇപ്പൊ പോകും. നോ 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 നോ, അങ്ങനെ പോകാൻ പറ്റില്ല. മോന്റെ ആത്മാഭിമാനമാണ്. അതിനൊരിക്കലും ഒരു തകരാറും വരാൻ പാടില്ല. ഞാൻ എന്തായാലും പോകുമ്പോ ആ സ്വർണവും പണവും കൊണ്ടേ പോകത്തു. സ്വർണ്ണവും പണവും ഇവിടെ ഇരിപ്പില്ല. അത് കാണാനില്ലെന്ന്. What nonsense are you talking? അതൊന്നും അതിനകത്തില്ലായിരുന്നു. നോൺസെൻസ് നെക്ലേസോ അതൊന്നും ഇല്ല. ആരാടാ ഇത്? ആര് പറയാനാണ്? നിങ്ങൾ എന്തായി പറയണത്? പപ്പ സംഭവം കാണുന്നില്ല. ഇവിടെ ഒരുപാട് കല്യാണത്തിന് ആള് വന്നില്ല. ആരും എടുത്തോണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മോളെ കൊണ്ടേ പോകത്തു. ചേട്ടാ, നീ സ്വർണ്ണം ഇരുന്ന് പെട്ടിക്കാത്തൊരു കത്ത്. ചിലപ്പോ ജ്വല്ലറിയിലെ ബില്ലായിരിക്കും. പ്രിയപ്പെട്ട മരുമോനെ, ഈ വീട്ടിലെ പ്രധാന പ്രശ്നം സ്ത്രീധനം കൂടിപ്പോയതാണ്. അതിനൊരു പരിഹാരം ഈ മാമൻ കണ്ടു. നിനക്ക് അർഹതപ്പെട്ട സ്വർണവും പണവും അവിടെ വെച്ചിട്ട് ബാക്കി മാമൻ ചെറുതായിട്ടൊന്ന് മറിക്കുകയാണ്. പിന്നെ അവളുടെ അമ്മിണി അപ്പച്ചി എന്റെ കൂടെയുണ്ട്. ഞങ്ങളെ അന്വേഷിക്കരുതേ. ഒരു ദിവസം പോലും പരിചയമില്ലാത്ത എന്റെ അമ്മാവനെ കറക്കിയെടുത്തോണ്ട് അമ്മണിയെ പറ്റി ഇങ്ങനെ ആണെങ്കിൽ
ഇവിടെ കാര്യത്തിലൊരു തീരുമാനം അളിയാ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ? ഈ പക്ഷിയെ കൂട് തുറന്ന് വിടല്ലേ. എപ്പ കൂട്ടി ചോദിച്ചാ പോരെ. എന്റെ സ്വർണ്ണക്കടക്കാരന്റെ സ്വർണം